നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ ഇന്ന് കളിക്കുമോ എന്നുള്ളതാണല്ലോ ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇന്ന് സിരിയയിൽ സാന്റോസിന് കളിയുണ്ട്. എതിരാളികൾ ഡ്രമോയാണ്. ബ്രസീലിയൻ സമയം രാത്രി 7 മണിക്കാണ് കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ 3:30 ഈ കളി നടക്കുന്നത്. സാന്റോസിൻ്റെ മൈതാനത്ത് വിലാ ബെൽമിറോയിൽ കളി നടക്കുമ്പോൾ നെയ്മർ ഇറങ്ങും എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നെയ്മർ സാധാരണ പോലെ തന്നെ ട്രെയിനിങ് നടത്തിയിരുന്നു. മറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല. അദ്ദേഹം ഇന്നത്തെ മത്സരത്തിന് അവൈലബിളാണ്. അതേസമയം മറ്റൊരു താരം പരിക്കേറ്റ് ഈ മത്സരം കളിക്കുന്നില്ല. അത് മറ്റാരുമല്ല, ഗബ്രിയൽ മെനീനോ. അദ്ദേഹത്തിന് ചൊവ്വാഴ്ച ട്രെയിനിങ്ങിനിടയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ താരത്തിന് പരിക്കുണ്ട്, ഇന്ന് കളിക്കില്ല. സാന്റോസിൻ്റെ നിരയിൽ നെയ്മർ സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഗ്ലോബോ നൽകുന്ന വിവരം. അങ്ങനെയെങ്കിൽ അവരുടെ ഒരു സ്റ്റാർട്ടിംഗ് 11 എങ്ങനെയാവാം? ഗബ്രിയൽ ബ്രസാവോ, ഇഗോർ വിനീഷ്യസ്, ലൂക്കാസ് വെരിസീമോ, ലുവാൻ പെരസ് ആൻഡ് എസ്കോബാർ. പിന്നെ ഒലീവ, ഗുസ്റ്റാവോ എൻട്രിക്കെ, നെയ്മർ ജൂനിയർ. വഴിയിൽ ടച്ചിയാനോ, റൂണി. ഇതാണ് ഇപ്പോൾ ഗ്ലോബോ നൽകുന്ന വിവരമനുസരിച്ചുള്ള അവരുടെ 11. തീർച്ചയായിട്ടും സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റെലഗേഷൻ സോണിലാണ് നിൽക്കുന്നത്. 8 കളികളിൽ നിന്ന് അവർക്ക് 7 പോയിൻ്റേ ഉള്ളൂ. 17ാം സ്ഥാനത്താണ്. അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. നെയ്മർ ജൂനിയറുടെ മികച്ച പ്രകടനം വരണം. അത് വെച്ച് അവർക്ക് വിജയിച്ച് കയറണം. അതിന് സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ എന്തായാലും നെയ്മർ കളിക്കും. ഇപ്പോൾ ഈ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് കാർലോ ആഞ്ചലോട്ടി ഇമ്പ്രസ് ചെയ്യണം. പരിക്കൊന്നുമില്ല, ഫിറ്റ്നസ് 100% ആണ്, പക്കയാണെന്നൊക്കെ അദ്ദേഹത്തിന് തെളിയിക്കേണ്ടതുണ്ട്. വരും മത്സരങ്ങളൊക്കെ അതിനുള്ളതാണ്. നെയ്മർ അതിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുമ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നെയ്മർ ജൂനിയർ പൊളിച്ചെടുക്കട്ടെ, ബ്രസീൽ ടീമിൽ സ്ഥാനം ലഭിക്കട്ടെ, വേൾഡ് കപ്പ് കളിക്കട്ടെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.